നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തന്റെ അമ്മാവന്റെ മകളാണ് കോകില എന്നാണ് മുൻപ് നടൻ ബാല പറഞ്ഞത്. എന്നാൽ വിവാഹ സമയത്ത് കോകിലയുടെ കുടുംബാംഗങ്ങളെ ആരും തന്നെ ചടങ്ങിൽ കണ്ടിരുന്നില്ല. കഴിഞ്ഞ ദിവസം കോകിലയുടെ വീട്ടിലെത്തി അവിടെ നിന്നുള്ള വീഡിയോ ബാല പങ്കുവച്ചതോടെ വലിയ രീതിയിലാണ് വിമർശനം നേരിടേണ്ടി വന്നത്. അതിനിടെ ബാലയ്ക്കെതിരെ സംസാരിച്ചു തുടങ്ങിയതോടെ തനിക്ക് ഭീഷണികൾ വരാൻ തുടങ്ങിയെന്ന് മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയൻ പറഞ്ഞിരുന്നു. കമന്റുകളുടെ പാറ്റേണുകളിൽ നിന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ടെന്നും മുൻപ് പലരെയും അയാൾ ഭീഷണിപ്പെടുത്തിയത് ഇതേ രീതിയിൽ തന്നെയാണെന്നും എലിസബത്ത് വെളിപ്പെടുത്തി. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് പ്രതികരണം. എലിസബത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഭീഷണി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഈ കമന്റ് കാണുമ്പോൾ മനസ്സിലാകുന്നത്. പുള്ളി ഒരു 10 കോടിയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്താൽ മാപ്പും കൊണ്ട് ചാനലുകൾ കയറി ഇറങ്ങേണ്ടി വരും. ഓരോരുത്തർ ഇളക്കി വിടുമ്പോൾ ഇങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ നിൽക്കരുതെന്നാണ് കമന്റിൽ പറയുന്നത്. 10 കോടി എനിക്ക് കൊടുക്കാനില്ല. അങ്ങനെ മാനനഷ്ട കേസ് വന്നാൽ ജയിലിൽ പോയി കിടക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല, നാണക്കേടുമില്ല. കാരണം അതിലും നന്നായി നാണം കെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സാധാരണ ഭീഷണി കമന്റുകൾ വരുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഇത്തവണ കസ്തൂരിയെ വെച്ചാണ് എനിക്കെതിരെ അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയത്. ഈ പാറ്റേൺ ഒക്കെ ഞാൻ കണ്ടതാണ്. പലർക്കെതിരെയും മുൻപ് ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. ആളുടെ എക്സ് വിവാഹം കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി മൊത്തം ഉറങ്ങിയില്ല, എന്നെയും ഉറക്കിയില്ല. അവസാനം അതിനെക്കുറിച്ച് ചെയ്ത വീഡിയോയിലും എന്നെ പിടിച്ചിരുത്തി. ഇരുന്നില്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടേനെ. ആദ്യ ഭാര്യ ചതിച്ചിട്ടും കൂടെ നിൽക്കാത്തവളെ വേണ്ട, എനിക്ക് മറ്റ് 100 പെണ്ണുങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞേനെ. ആളുമായി ഞാനാണ് ഇഷ്ടത്തിലായത്. വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു. അവർ ഈ ബന്ധത്തിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു. അവരുടെ പ്രായത്തിനേക്കാൾ വലിയ ക്ഷീണം നേരിട്ടു. കുറെ ഞാൻ സഹിച്ചു, മിണ്ടാതെയിരുന്നു. എന്തെങ്കിലും കാണിച്ചു പൊയ്ക്കോട്ടെ വിചാരിച്ചു. എന്നാൽ എനിക്കെതിരെ തുടർന്നും ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ചിലർക്കൊക്കെ മനസ്സിലാകും. കരൾ കൊടുക്കാൻ ഇത്രയും പണം കൊടുത്ത ഒരാളെ കൊണ്ടുവരേണ്ട കാര്യം എന്തായിരുന്നുവെന്ന് എനിക്കറിയില്ല. കരൾ കൊടുക്കാൻ പലരും തയ്യാറായിരുന്നു, ഞാനും തയ്യാറായിരുന്നു. അതിന്റെ തെളിവുണ്ട്. എന്നാൽ എന്റെ കരൾ മാച്ചായിരുന്നോ എന്ന് പരിശോധിച്ചില്ല. പ്രേമിക്കുന്ന സമയത്ത് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചിരുന്നു. എന്നെ പ്രേമിക്കുന്ന സമയത്ത് ആ വീട്ടിലൊരു പെണ്ണുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞത് വേലക്കാരി ആയിരുന്നു എന്നാണ്. ആ കുട്ടിയോടും ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചിരുന്നു. അവർ സെയിം ഗ്രൂപ്പാണെന്നാണ് പറഞ്ഞത്. ട്രാൻസ്പ്ലാന്റ് സമയത്ത് ഇവർ വന്ന് കരഞ്ഞിട്ട് പറഞ്ഞിരുന്നു ചേട്ടന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയാണ്, അല്ലാതെ എന്റെ രക്തഗ്രൂപ്പ് എ പോസിറ്റീവ് അല്ല, ഓ പോസിറ്റീവ് ആണെന്ന്. അവരുടെ പേര് വെളിപ്പെടുത്താൻ ഇപ്പോൾ ഞാൻ തയ്യാറല്ല. കരൾ ശസ്ത്രക്രിയ കഴിഞ്ഞ് 3 ആഴ്ച കഴിയും മുൻപ് തന്നെ വൈനൊക്കെ അയാൾ വീണ്ടും കഴിച്ചു തുടങ്ങി. അയാളുടെ വീട്ടുകാരോട് ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ മരുന്ന് മാറ്റിക്കൊടുത്ത് കൊല്ലാൻ നോക്കി എന്നൊക്കെയാണ് പറഞ്ഞത്. ഡോണറിനെയും ഇയാളെയും ഒക്കെ പരിചരിക്കാനുള്ള പണിക്കാരിയെ മാത്രമായിട്ടാണ് ഇയാളുടെ വീട്ടുകാർ എന്നെ കണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ വീട്ടുകാർ ഞാൻ പറഞ്ഞത് അവൻ കേൾക്കുന്നില്ല മോളെ, നീ പോയിക്കോ എന്നാണ്. അത് കഴിഞ്ഞ് അവർ എന്നെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു എന്നും എലിസബത്ത് പറഞ്ഞു. എലിസബത്തിന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ ബാലയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് നടക്കുന്നത്. ബാല അവസാനമായി പങ്കുവച്ച വീഡിയോയ്ക്ക് വന്ന ആരാധകരുടെ കമന്റ് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. 2 സ്ത്രീകളെയും കുട്ടികളെയും വഞ്ചിച്ചയാളാണ് ബാലയെന്നും ഇപ്പോൾ കാണിക്കുന്നതെല്ലാം നാടകമാണെന്നുമാണ് പലരും പറയുന്നത്. ചില കമന്റുകൾ വായിക്കാം. ബാല, നീ ജന്മം കൊടുത്ത നിന്റെ കുഞ്ഞ്, അവൾ ഇതൊന്നും അറിയുന്നില്ല. നീ അവൾക്ക് അർഹതപ്പെട്ട പൈസയാണ് നീ തടഞ്ഞത്. കുഞ്ഞിന്റെ പൈസ നീ മോഷ്ടിച്ചു. ആ പാവം കുഞ്ഞ് എന്ത് തെറ്റ് നിന്നോട് ചെയ്തു ബാല? നീ ആരെയൊക്കെ കൊണ്ടുപോയി മൊട്ടയടിച്ചാലും നിനക്ക് ഇഹലോകത്തും പരലോകത്തും മോക്ഷം കിട്ടില്ല. ജന്മം കൊടുത്ത സ്വന്തം കുഞ്ഞിനെ പറ്റിച്ച് അച്ഛൻ നീ മാത്രമേ ഈ ലോകത്തുണ്ടാകൂ. 3 സ്ത്രീകളുടെ കണ്ണുനീരിന് നീ സമാധാനം പറയേണ്ടി വരും. സാക്ഷാൽ പളനി ആണ്ടവൻ സത്യം എത്ര കുടുംബത്തിലെ പെൺകുട്ടികളുടെ ജീവിതം തുലച്ചു. എന്നിട്ടാണ് പറയുന്നത് മറ്റു കുടുംബം നമ്മൾ നശിപ്പിക്കരുത് എന്ന്. അല്പം ഉളുപ്പ് വേണം. ലേഡീസിനെ മുന്നേ നിർത്തി അടുത്ത ഫ്രോഡ് പരിപാടി മുടിമൊട്ട ആക്കിയാലൊന്നും മിസ്റ്റർ ബാല കാണിച്ചു കൂട്ടുന്ന ലീലാവിലാസങ്ങൾക്ക് ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. താങ്കൾ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചു. സ്വന്തം മകളോട് പോലും ക്രൂരത കാണിച്ചു. കണ്ണുപെടാൻ നീ ആരാ? കോകില എന്തായാലും നിനക്ക് പറ്റിയ അടിമ തന്നെ. നീ ജീവിച്ചോ, പക്ഷേ അത് മറ്റു പെൺകുട്ടികളെ കരുവാക്കിക്കൊണ്ടാകരുത്. മറ്റു പെൺകുട്ടികളെ ജീവിതം തകർത്ത് അവർക്ക് ഇത്രയും വിഷമവും വേദനയും ഉണ്ടാക്കി അവരെ ഡിപ്രഷനിൽ എത്തിച്ചിട്ട് ബാല കോകില കുക്കറി ഷോ നടക്കുന്നതിൽ ആര് കണ്ണുവെക്കാനാണ്? മലയാളികളുടെ കണ്ണിന് വേറെ പണിയുണ്ട്. പുതിയ നമ്പറുമായി ഇറങ്ങിയിരിക്കുന്നു. ഇനി ഇതൊന്നും ഇവിടെ ചെലവാകില്ല. ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നത് കോകില ബാലയുടെ അമ്മാവന്റെ മകളാണെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ വല്ല അകന്ന ബന്ധത്തിലുള്ള അമ്മാവന്റെ മകൾ വല്ലതും ആയിരിക്കും കോകില. നിങ്ങൾ മൊട്ടയടിച്ചിട്ട് എന്ത് പ്രയോജനം? ബാല ചെയ്തു കൂട്ടിയ പാപങ്ങൾ തീരണമെങ്കിൽ ബാല തന്നെ മൊട്ടയടിച്ച് ഗംഗയിൽ മുങ്ങി കുളിക്കണമെന്നാലും പാപങ്ങൾ തീരുമോ അറിയില്ല. പെണ്ണുങ്ങളുടെ ജീവിതം തുലച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കുന്നേ. കൊള്ളാം, അടിപൊളി, സൂപ്പർ.
കമന്റുകളിൽ പറയുന്നു. അതേസമയം ഞാൻ ആരെയും ചതിച്ചിട്ടില്ലെന്നും സത്യം തെളിയിച്ചാൽ തന്നെ വിമർശിച്ചവരൊക്കെ മാറ്റി പറയുമെന്നും ഒക്കെയാണ് ചില കമന്റുകൾക്ക് ബാല നൽകുന്ന മറുപടി. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.